Good morning, all of you. How are you? Okay. Are you fine? It's your English class. We want to learn about uses of and. Uses of and. What we learn today? Today we are going to learn about uses of and, not and. Not and. It's not. Today we are going to learn about and. A-N-D. A-N-D. We are going to learn about and. And. Uses of and. Okay. Okay, children. What we learn our last class? What we learn our last class? Yes, we learned articles. What are the articles? Say, what are the articles? Yes, a and the. Our last class we learned articles and their uses. Right? ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ആർട്ടിക്കിൾസിൽ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്? A and the. ഇവയാണല്ലേ ആർട്ടിക്കിൾസ്? ഏതൊക്കെയാണ്? A and the. ഇതാണ് ആർട്ടിക്കിൾസ്. A എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? A എന്ന ആർട്ടിക്കിൾസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതെ, ബിഫോർ കോൺസണൻസ്. ആൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ? ആൻ എന്നെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബിഫോർ വവൽസ് അല്ലേ? ബിഫോർ വവൽസിലാണ് ആൻ യൂസ് ചെയ്യുന്നത്. എ എന്നെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബിഫോർ കോൺസണൻസിൽ. അപ്പം അത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അതുപോലെ തന്നെ ദ എന്ന ആർട്ടിക്കിൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് place or things or place, things or names. ഓക്കെ, അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? ആൻഡ്. യൂസസ് ഓഫ് ആൻഡ്. ഏതാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? യൂസസ് ഓഫ് ആൻഡ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് നമ്മൾ ആൻഡ് എന്ന് ഉപയോഗിക്കുന്നത്? ആൻഡ് ഉറുമ്പ് എന്ന ആൻഡ് അല്ല, ഇത് ഏതാണ്? ഡി ആണ്. AND ആണ്. ആൻഡ് എന്ന് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ആൻഡ് എന്ന് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് വേർഡ് ഓർ സെൻറ്റൻസ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് വേർഡ് ഓർ സെൻറ്റൻസ്. ആൻഡ് എന്താണ് യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? വേർഡ്സുകളോ സെൻറ്റൻസുകളോ കണക്ട് ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നത്. അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെൻറ്റൻസോ വേർഡ്സുകളോ നമ്മൾ എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എന്താണ് ആൻഡ്? ആൻഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് വേർഡ്സ് ഓർ സെൻറ്റൻസ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് വേർഡ്സ് ഓർ സെൻറ്റൻസ്. അപ്പോൾ എന്താണ് ആൻഡ് എന്ന് പറയുന്നത്? സെൻറ്റൻസുകളോ വേർഡ്സുകളോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ പറയാറാണ് ഞാനും കുട്ടികളും, ഞാനും നിങ്ങളും, അതുപോലെ തന്നെ ഒരു ചോക്കും ബോർഡും, പിന്നെന്താണ് പേനയും പെൻസിലും, അങ്ങനെയൊക്കെ പറയില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പേനയും പെൻസിലും എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? പെൻ ആൻഡ് പെൻസിൽ. എങ്ങനെയാണ് പറയുക? പെൻ, എ പെൻ. ഇവിടെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്? എ എന്നാണ് അല്ലേ? എ പെൻ ആൻഡ് എ പെൻസിൽ. A
pen and pencil. A pen and a pencil. Another examples here. A boy and a girl. A boy and a girl. A boy and a girl. First example is here, a pen and a pencil. ഒരു പേനയും ഒരു പെൻസിലും. പെൻ എന്നത് പി എന്താണ്, കോൺസണൻസ് ആണ്. അതുകൊണ്ട് പിയുടെ മുമ്പ് നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്തത്? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. അപ്പം എങ്ങനെയാണ്? എ പെൻ ആൻഡ് എ പെൻസിൽ. ഒരു പെൻസിലും ഒരു പേനയും. പെൻസിലും പേനയും. ഞാനും നീയും എന്ന് പറയുന്നത് പോലെ പെൻസിലും പേനയും. അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ആൻഡ് എന്നത്? എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? And is used to connect sentence or words. And is used to connect sentence or words. Sentence or words കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ എന്താണ്? എ പെൻ ഒരു പേനയും എ പെൻസിൽ ഒരു പെൻസിലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് ഈ രണ്ട് വാക്കുകളും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു വേർഡ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ പെൻ ആൻഡ് എ പെൻസിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ ബോയ് ആൻഡ് എ ഗേൾ. എ ബോയ് ആൻഡ് എ ഗേൾ. എ ബോയ് ആൻഡ് എ ഗേൾ. ഒരു ബോയും ഒരു ഗേളും അല്ലേ? ബോയ് ആൻഡ് ഗേൾ. ബോയും ഗേളും. പിന്നെ ഏതൊക്കെയാണ്? A cat and a cat and a rat. A cat and a rat. Catum ratum. Catum ratum. A cat and a rat. A cat and a rat. Okay. A book and a box. A book and a box. A book and a box. A pen and a pencil. A boy and a girl. A cat and a rat. A book and a box. Next, a fox. A fox. A fox and an ox. A fox and ox. A fox and an ox. ഇവിടെ എങ്ങനെയാണ് ആൻ എന്ന് വന്നത്? Any guess? Yes, very good. ആൻ എന്ന് വന്നത് എന്താണ്? ആർട്ടിക്കിൾ ആണല്ലേ. ആൻ എന്നതും എ എന്നതും ഒക്കെ ആർട്ടിക്കിൾ ആണ്. ആൻ എന്ന് വരാൻ കാരണം ഓക്സ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വേർഡ് എന്താണ്? ഓക്സ്. ഓക്സ് ഇല്ലേ, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയ ഓ ആയത് കാരണം ഇത് വവ്വലാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്? ആൻ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എ ഫോക്സ്. എ എന്ന് ഇവിടെ വരാൻ കാരണം എന്താണ്? ഇവിടെ കോൺസണൻസ് ആണ് വന്നിട്ടുള്ളത്, ഇവിടെ വവ്വലും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എ ഫോക്സ് ആൻഡ് ആൻ ഓക്സ്. വവ്വൽസ്, എവിടെ വവ്വൽസ് വന്നാലും അതിന് മുമ്പ് എന്ത് വേണം? ആൻ എന്ന് ചേർത്ത് കൊടുക്കണം. എ എന്ന് ചേർത്ത് കൊടുത്താൽ അത് റോങ് ആണ്. ഏതാ ചേർത്ത് കൊടുക്കേണ്ടത്? ആൻ എന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം. ഓക്കെ. A pen. All of you read with me. A pen and a pencil. A pen and a pencil. A boy and a girl.
a boy and a girl, a cat and a rat, a cat and a rat, a book and a box, a book and a box, a fox and an ox, a fox and an ox. Okay, once again read with me. A pen and a pencil, a boy and a girl, a cat and a rat, a book and a box, a fox and an ox. Okay. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാക്കുകൾ വെച്ചിട്ട് ആൻഡ് ചേർത്തിട്ട് ആൻഡ് എന്ന വേർഡ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കി എഴുതണം. ഓക്കെ, എങ്കിൽ ഇതൊക്കെ എഴുതാം. An orange and a grapes. An orange and എങ്ങനെയാ വന്നത്? ഓറഞ്ച് എന്നത് വവ്വൽസ് ആണ് അല്ലേ? ഓറഞ്ച് എന്നത് വവ്വലാണ്, ഫസ്റ്റ് ലെറ്റർ വവ്വലാണ്. അതുപോലെ ഗ്രേപ്സ് എന്നതിലെ ജി ഫസ്റ്റ് ലെറ്ററിൽ എങ്ങനെയാണ്? ജി എങ്ങനെയാണ്? എ എന്നാണ്. കോൺസണൻസ് ആയത് കാരണം എ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ്? ആൻ ഓറഞ്ച് ആൻഡ് എ ഗ്രേപ്സ്. അണ്ടർസ്റ്റുഡ്? ആൻ ഓറഞ്ച് ആൻഡ് എ. അപ്പം നമ്മൾ ഇന്ന് എന്താ പഠിച്ചിട്ടുള്ളത്? ആൻഡ്. എവിടെയാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത്? Today we learn uses of ands. Where we use and? Where we use and? It is used to connect words or sentence. And is used to connect words or sentence. What is the definition of and? And is used to connect words or sentence. Once again, listen me. And is used to connect words or sentence. Okay. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? A pen and a book, a boy and a girl, a cat and a rat, a book and a box, and last one, a fox and an ox. Okay. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്ലൈറ്റ് എടുത്തിട്ട് എഴുതി പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, ടുഡേ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കണം. മനസ്സിലാവാത്ത ഭാഗങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കണം. ഓക്കെ, നന്നായിട്ട് നിങ്ങളുടെ സ്ലൈറ്റിൽ ആദ്യം നന്നായിട്ട് ഈ ആൻഡ് എന്ന സെൻറ്റൻസ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റു വേർഡ്സുകളെ കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് എക്സാമ്പിളായിട്ട് സ്ലൈറ്റിൽ എഴുതി പഠിച്ചിട്ട് വിട്ടു തരണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് സ്ലൈറ്റിൽ ആദ്യം എഴുതി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ 4 ലൈൻ കോപ്പിയിൽ എഴുതി തരണം. ഓക്കെ ഓക്കെ Children, open your book and listen me. First picture, a boy and a pup. A boy and a pup. A boy and a pup. A fox and an ox. A fox and an ox. A cat and a dog. A cat and a dog. A cat and a dog. A pup and a cup. A pup and a cup. A pup and a cup. A man and a boy. A man and a boy. A man and a boy. A bus and a van. A bus and a van. A cat and a rat. A cat and a rat. The sun and the moon.
pot and a pan, a pot and a pan, an ant and a log, an ant and a log, the sun and a hat, the sun, അവിടെ the sun വന്നിട്ടുണ്ട് അല്ലേ, the sun and a hat, a cup and a jug, a cup and a jug, a fan and a top, a fan and a top. ഇവിടെ ദ സൺ ദ മൂൺ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സണ്ണിൻ്റെയും മൂണിൻ്റെയും കൂടെ ഏതാ ചേർത്ത് കൊടുക്കുക, ദ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇല്ലേ. ഇനി അടുത്തത് എ സ്പൂൺ ആൻഡ് ഡാഷ്, എ സ്പൂൺ ആൻഡ് എ എന്താണ്, സ്പൂണിൻ്റെ കൂടെ എന്താണ്, ഫോർക്കാണ് അല്ലേ. അവിടെ താഴെ നിങ്ങളുടെ പേജിൻ്റെ താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് വാക്ക് ഇവിടെ ചേർത്ത് എഴുതി കൊടുക്കണം. നെക്സ്റ്റ് എ ചെയർ ആൻഡ് എ ചെയറിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. താഴെയുള്ള ആദ്യം നിങ്ങൾ നന്നായിട്ട് പിക്ചർ നോക്കിയിട്ട് താഴെയുള്ള വാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് നിങ്ങൾ ഈ പേജ് എടുത്തിട്ട് ഈ പിക്ചർ നന്നായിട്ട് വായിച്ച് നോക്കുക, മുകളിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക, എന്നിട്ട് താഴെയുള്ള വാക്കുകൾ നോക്കുക. ഇതവിടെ കൊടുത്തിട്ടുണ്ട്, ബുക്ക്, ഡോഗ്, സൺ, പെൻസിൽ, മൂൺ, ബോൾ, ഫോക്ക്, സോക്സ്, ടേബിൾ. ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ഏതായിരിക്കും, എ സ്പൂൺ ആൻഡ് എ ഫോർക്ക് ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് എ ചെയർ ആൻഡ് എ ടേബിൾ, സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ദ ഷൂസ് ആൻഡ് സോക്സ് അല്ലേ, സോക്സ് അല്ലേ. എ ബാറ്റ് ആൻഡ് എ ബോൾ, എ ക്യാറ്റ് ആൻഡ് എ, ക്യാറ്റിൻ്റെ കൂടെ ആരാണ്, ഡോഗാണ്, ഡോഗ്. അടുത്തേതാണ് ദ, അവിടെ എങ്ങനെയാണ് വന്ന് ദ എന്നാണ് അല്ലേ. ദ വരുമ്പോൾ ഏതായിരിക്കും, സണ്ണോ മൂണോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഏതാണ്, ദ സൺ ആൻഡ് ദ, സോറി ഓക്കെ, ദ സൺ ആൻഡ് ദ മൂൺ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ടുഡേ വൈൻഡപ്പ് അവർ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, വിളിച്ചിട്ട് ചോദിക്കണം. മനസ്സിലാവാത്ത ഭാഗങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കണം. ഓക്കെ, നന്നായിട്ട് നിങ്ങളുടെ സ്ലൈഡിൽ ആദ്യം നന്നായിട്ട് ഈ ആൻഡ് എന്ന സെൻറ്റൻസ് ഉപയോഗിച്ചിട്ട്, ആൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റു വേർഡ്സുകളെ കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് എക്സാമ്പിളായിട്ട് എഴുതി സ്ലൈഡിൽ എഴുതി പഠിച്ചിട്ട് വിട്ടു തരണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് സ്ലൈഡിൽ ആദ്യം എഴുതി പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ 4 ലൈൻ കോപ്പിയിൽ എഴുതി തരണം. Okay children, we will meet our next class. Bye. Have a nice day.